മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. മരത്തിൽ കയറി ഒളിക്കാൻ ശ്രമിച്ച രാജവെമ്പാലയെ പിടികൂടി പാമ്പ് പിടുത്ത വിദഗ്ധൻ അബ്ദുൽ അസീസ്. പാമ്പുദിനമായ ഇന്നലെയാണ് നിലമ്പൂരിന്റെ വാവ സുരേഷ് എന്നറിയപ്പെടുന്ന അബ്ദുൽ അസീസ് ഇടിവണ്ണയിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടിയത്. ഇടിവണ്ണ ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള പരേതനായ ഇഞ്ചനാൽ മാത്യുവിന്റെ വീട്ടുമുറ്റത്തു നിന്നാണ് രാജവെമ്പാലയെ അബ്ദുൽ അസീസ് പിടികൂടിയത്. അബ്ദുൽ അസീസിന്റെ മുന്നിൽ പെട്ടാൽ പിന്നെ ഏത് രാജവെമ്പാലയാണെങ്കിലും രക്ഷയില്ല. എരഞ്ഞിമങ്ങാട് സ്വദേശി CT അബ്ദുൽ അസീസ് പിടികൂടുന്ന 61ാമത്തെ രാജവെമ്പാലയാണിത്. 2215 പാമ്പുകളെ രക്ഷിച്ച് വനം വകുപ്പിന് കൈമാറിയിട്ടുമുണ്ട്. ഇടിവണ്ണയിലെ വീടിന്റെ പിൻഭാഗത്ത് രാജവെമ്പാലയെ കണ്ടതോടെ വനം വകുപ്പ് RRTയിലെ മുൻ വാച്ചർ കൂടിയായ അബ്ദുൽ അസീസിനെ വിവരമറിയിക്കുകയായിരുന്നു. രാജവെമ്പാലയെ പിടികൂടുന്നത് കാണാൻ സമീപവാസികൾ എത്തിയതോടെ അപകടമണത്ത രാജവെമ്പാല സമീപത്തെ മരത്തിൽ കയറിയെങ്കിലും ഒടുവിൽ അസീസിന്റെ പിടിയിലായി. 18.5 അടി നീളവും 8 കിലോഗ്രാം ഭാരവുമുള്ള കൂറ്റൻ രാജവെമ്പാലയാണ് പിടിയിലായത്. പാമ്പിനെ അസീസ് വനം RRTക്ക് കൈമാറി. വനം വകുപ്പ് പിന്നീട് രാജവെമ്പാലയെ ഉൾവനത്തിലേക്ക് കയറ്റിവിടും. 2017 മുതലാണ് അബ്ദുൽ അസീസ് പാമ്പ് പിടുത്തം തുടങ്ങിയത്. വിഷൻ, ചാലിയാർ. റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ.